NRIസിന്റെ ഏറ്റവും വലിയൊരു കൺസേൺ ആണ് കാസ്റ്റ് അയണിന്റെ പാത്രങ്ങൾ എങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകും. കാര്യം ബിക്കോസ് വെയിറ്റ് ആണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. എന്നാലും അവരൊരു മിനിമം 15 കിലോ വെച്ചിട്ട് എൻ്റെ കയ്യിന്ന് എടുക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഫെറൈറ്റ് കാസ്റ്റ് അയണിൽ കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള പാത്രങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഇതിനെന്താണെന്ന് വെച്ചാൽ വെയിറ്റ് കുറച്ച് കുറവാണ്. പ്യുവർ കാസ്റ്റ് അയൺ ആണ്. കാസ്റ്റ് അയണിന്റെ 9 ഇഞ്ചിന്റെ സ്മൂത്ത് ഫിനിഷ് കടായി ഉണ്ട്. ഇത് നമുക്ക് അത്യാവശ്യം ഒരു ഒരു 3/4 കിലോ വരെ നമുക്ക് ഇതിൻ്റെ അകത്ത് നോൺ വെജ് കുക്ക് ചെയ്യാൻ പറ്റും. കറിക്കട്ടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്തെങ്കിലും ഫ്രൈ ചെയ്യാനാണ്, ഷാലോ ഫ്രൈ ഒക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഷാലോ ഫ്രൈ പാൻ ഇതൊരു 1.8 kg ഇതിന് വെയിറ്റ് ഉള്ളൂ. ഇത് നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് നടക്കും. നമുക്കിപ്പോൾ ഓംലെറ്റ് ഉണ്ടാക്കാനും നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാനും പിന്നെ എണ്ണ കുറച്ച് നമുക്ക് ഫ്രൈ ചെയ്യാനും ഷാലോ ഫ്രൈ ചെയ്യാനൊക്കെ ഈ ഒരു പാൻ പോകും. പിന്നെ ഓംലെറ്റ് ചെയ്യാനായിട്ടും ഇത് പോകും. ഇതിൻ്റെ വെയിറ്റും കുറവാണ്. പിന്നുള്ളത് എഡ്ജില്ലാത്ത ദോശക്കല്ല്. ഇത് കണ്ടോ, ഇതിന് എഡ്ജില്ല. 10 ഇഞ്ചസ് ആണ് ഇതിൻ്റെ സൈസ്. ഇപ്പം ചെറിയ ദോശ ഒക്കെ മതി, അല്ലെങ്കിൽ ഒരു മസാല ദോശ സൈസ് വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ദോശ ഇടാൻ പറ്റും. ഇതൊരു കോൺകേവ് ആണ് കേട്ടോ. ഇൻഡക്ഷൻ ബേസ്, ഇത് ഇൻഡക്ഷൻ സപ്പോർട്ട് ചെയ്യില്ല. ഇതൊരു ചെറിയൊരു കോൺകേവ് ആണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ചെയ്യാം. അപ്പോൾ NRIസ് എന്തെങ്കിലും കാസ്റ്റ് അയണിൽ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ 3 പാത്രങ്ങളും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് 3 കൂടി ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നിയർ ബൈ 5 kg വരുള്ളൂ. ഇത് നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റാതെ പോയ NRIസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പേര് ഒന്ന് ഇതിൻ്റെ താഴെ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി.